അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 ടിഫിൻ വ്യത്യാസമാണ്. അപ്പം തന്നെ എന്താണെന്ന് പലർക്കും മനസ്സിലായി കാണും, സ്ഥിരമായി കാണുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഇനി പാലക്കാടൻ ടിഫിൻ എന്താണ്? നാരായണത്തി 1 2 3 4 ടിഫിനുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. ഇത് തൈര് സാദമാണ്. തൈര് സാദത്തിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. തൈര് സാദം ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അതിനാണ് പിക്കിളും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ. അപ്പോൾ പപ്പടം കൊണ്ടുവന്നു. പിന്നെ ഇത് ബൈങ്കൺ, അതായത് വഴുതനങ്ങ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ, അത് ഞാൻ കാണിക്കാം ഞാൻ. പിന്നെ നാരായണൻ്റെ ചേന മെഴുക്കുരട്ടിയാണ്. ഇത് കടലക്കറി, കാബൂളിച്ചന എന്ന് പറയും, വലിയ വെളുത്ത കടല, അതിൻ്റെ കറി പാലക്കാടൻ സ്റ്റൈലാണ്. പിന്നെ അരിച്ചോറ്, തൈര് അവിടെ ഉണ്ട്, അപ്പോൾ ഞാൻ അത് കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ആദ്യം പിക്കിളെടുക്കാം. ഇതാണ് കാബൂളിച്ചന എന്ന് പറഞ്ഞാൽ വെളുത്ത വലിയ ചന, പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ്. ഇത് നമ്മുടെ ചേന മെഴുക്കുരട്ടിയാണ്. നാരായണൻ്റെ ചേന ഉപ്പേരി, നാരായണൻ്റെ സ്റ്റൈലിൽ, പാലക്കാട് സ്റ്റൈലിൽ പറയുമ്പോൾ ചേനപ്പേരി. അപ്പോൾ ആ വഴുതനങ്ങ എടുക്കാം, അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റഫ് അതിനകത്ത് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഷാലോ ഫ്രൈ, ചീൻചട്ടിയിൽ ഫ്രൈ ചെയ്ത് കഴിച്ചു. ആഹാ, നല്ല ടേസ്റ്റിയാണ്. പപ്പടം എടുക്കാൻ മറന്നിരുന്നു. പപ്പടവും അച്ചാറോട് ചേർത്ത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതെന്തോ ഒരു പാകപ്പഴ പറ്റി. അപ്പോൾ പിന്നെ നാരായണൻ തന്നെ ആയിക്കോട്ടെ ഇന്ന് ഫിനിഷിങ്. അപ്പം നല്ല ചിക്കൻ കഴിക്കുന്ന മാതിരി, കോഴിക്കാൽ കഴിക്കുന്ന മാതിരി നാരായണൻ കഴിക്കുന്നത്. ആഹാ,